എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 9:13 മുതൽ 17 വരെ. ആറാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള ആറാം ദൂതനോട്, യൂഫ്രാത്തോസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ, അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധക വർണ്ണവുമായ കവചമുണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെ ആയിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. നമ്മൾ വായിച്ച വേദഭാഗം പ്രധാനമായും 2ആയിട്ട് തിരിക്കാവുന്നതാണ്. 5-ാമത്തെ കാഹളത്തെക്കുറിച്ചും നമ്മൾ കണ്ടു കഴിഞ്ഞു. 6-ാം കാഹളം, അതാണ് 13-ാമത്തെ വാക്യം മുതൽ. ഇത് രണ്ടും അടിസ്ഥാനമാക്കി 9-ാം അധ്യായത്തെ നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ, ദൈവം ഭൂമിയിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ നിരന്തരം ഇടപെടുകയും മനുഷ്യർക്ക് തിരുത്താൻ അവസരം നൽകുകയും ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ വാചാലമാകുകയാണ് യോഹന്നാൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രപഞ്ചത്തിലെ ചലനങ്ങൾ പലതും അക്കാലത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെ നന്നായി സ്വാധീനിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. അത് മനുഷ്യജീവിതങ്ങളിൽ ഉണ്ടാക്കിയ പരിഭ്രാന്തി പലപ്പോഴും ദർശകനെ തൻ്റെ ദർശനത്തെ രേഖപ്പെടുത്തുന്നതിലും വ്യാഖ്യാനിക്കുന്നതിലും സഹായിച്ചിട്ടുണ്ടാവാം. വീണുപോയ നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിൻ്റെ താളക്രമത്തിൽ നിന്ന് മാറിയവയാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെ താളക്രമത്തിൽ മുൻപോട്ട് പോകാൻ അവയ്ക്ക് അവകാശമില്ല. അന്നത്തെ പ്രപഞ്ച വിജ്ഞാനീയവും ബന്ധപ്പെട്ട ശാസ്ത്രശാഖകളും നൽകിയ ഒരു ദിശാബോധത്തിൽ നിന്നാണ് ഈ വ്യാഖ്യാനങ്ങൾ ഉടലെടുക്കുന്നത്. വാനശാസ്ത്രത്തിൽ അഗ്രഗണ്യരായിരുന്നവരുടെ ഒരു സാന്നിധ്യം റോമാ സാമ്രാജ്യത്തെ വളരെ ധന്യമാക്കിയിരുന്നു. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിക്കുന്നവർ ഇങ്ങനെയുള്ള ഗൗരവമായ കാര്യങ്ങൾ കണക്കിലെടുക്കുന്നു. അബദ്ദോൻ എന്ന എബ്രായ ഭാഷയിലും അപ്പൊല്ലുവൻ എന്ന യവന ഭാഷയിലും പറയുന്ന നക്ഷത്രത്തെക്കുറിച്ചും നമ്മൾ കണ്ടു കഴിഞ്ഞു. പാതാള ദൂതൻ എന്നാണ് അതിൻ്റെ അർത്ഥം. 6-ാമത്തെ കാഹളം ധ്വനിച്ച് കഴിയുമ്പോൾ യാഗപീഠത്തിൽ നിന്നൊരു സ്വരം യോഹന്നാൻ കേൾക്കുന്നു. യാഗപീഠത്തിൽ അർപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾക്ക് ദൈവം നൽകുന്ന ഉത്തരമാണ് ഇത് കാണിക്കുന്നത്. 14-ാം വാക്യത്തിലെ 4 ദൂതന്മാരും 16-ാം വാക്യത്തിലെ സൈന്യവും നരക ശക്തികളെ തുറന്നുവിട്ടതാണ് എന്ന വ്യാഖ്യാനം നിലവിലുണ്ട്. എങ്കിലും നമുക്കതിനോട് യോജിക്കാൻ സാധിക്കില്ല. തിരുവചനങ്ങളുടെ സൂചനകൾ സ്വീകരിക്കുന്നത് പോലെ അവ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഉപകരണങ്ങളായി പ്രവർത്തിച്ചവരാണ്. ആത്യന്തികമായി അവ ഉപദ്രവ വിധേയരുടെ പ്രാർത്ഥനയ്ക്കുള്ള വിമോചനാത്മകമായ ഉത്തരമായി തീരുന്നു. ഇവിടെ പറയുന്ന സൈന്യങ്ങൾ റോമിനെ തോൽപ്പിച്ച പാർഥ്യ സൈനികരെ കുറിക്കുന്നതായി പല പണ്ഡിതന്മാരും ചിന്തിക്കുന്നു. പാർഥ്യർ വീണ്ടും ശ്രമം തുടരുമെന്ന പ്രതീക്ഷയുമുണ്ട്. 6-ാം അധ്യായത്തിലും 1 മുതലുള്ള ഭാഗത്ത് നമുക്കത് വായിക്കാം. ഈ ചിന്ത ശരിയായിരിക്കാനാണ് കൂടുതൽ സാധ്യത. എങ്കിലും അപരിഷ്കൃതർ റോമിനെ ആക്രമിക്കുമെന്ന മുൻ വിചാരത്തിൽ റോമിലെ വരേണ്യർ പുലർത്തുന്ന ഭയാശങ്കകളായി ഈ ഭാഗത്തെ കാണുകയും തീയ്, പുക, ഗന്ധകം
എന്നീ പ്രതീകങ്ങളിൽ നരകം ദർശിക്കുകയും ചെയ്യുന്ന വ്യാഖ്യാനം യോഹന്നാന്റെ താല്പര്യത്തിനും ഇവിടുത്തെ വേദപുസ്തക പശ്ചാത്തലത്തിനുമൊന്നും ഒട്ടും നിരക്കുന്നതല്ല. റോമാ സാമ്രാജ്യത്തിൻ്റെ കിഴക്കൻ അതിർത്തിയായ യൂഫ്രട്ടീസ് കടന്നുള്ള ആക്രമണം വടക്കു നിന്നുള്ള ശത്രുവിൻ്റെ ആക്രമണത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 14 അധ്യായത്തിൻ്റെ 31 വാക്യത്തിലും യിരെമ്യാ പ്രവാചകൻ 1:14 യെഹെസ്കേൽ 26:7 ഒക്കെ നമുക്കത് വായിക്കാം. 17 വാക്യത്തിലെ ഇന്ദ്രനീല നിറത്തിന് നിഷേധാർത്ഥക സൂചന ഒന്നുമില്ല. അതുപോലെ തീയും ഗന്ധകവും നരകത്തിൽ നിന്ന് വരുന്ന നാശങ്ങളുടെ പ്രതീകമല്ല, പിന്നെയോ സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ പ്രതീകങ്ങളാണ്. സോദോമിൻ്റെ മേൽ തീയും ഗന്ധകവും സ്വർഗത്തിൽ നിന്ന് വർഷിച്ചതിനോടുള്ള സൂചന ഇവിടെ ഉണ്ടായിരിക്കും. സുവിശേഷത്തിൻ്റെ പുസ്തക ചുരുളുമായി നിൽക്കുന്ന ശക്തനായ ഒരു ദൂതനെ 10 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വിശദമായി നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ പാതാള ദൂതനെ സാത്താൻ്റെ രാജാവ് എന്ന് പറയാം. നമ്മുടെ ദൈവിക ധാരണയെ അരക്കിട്ടുറപ്പിക്കുന്ന വേദഭാഗമാണിത്. സർവവ്യാപിയും സർവശക്തനുമായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതും സുവിശേഷിക്കുന്നതും. പാതാളത്തിൽ നിന്ന് ദൂതൻ തുറന്നുവിട്ട പുക സൂര്യേന്ദ്രന്മാരുടെ പ്രഭയെ നിഷ്പ്രഭമാക്കുന്നതായിരുന്നു. ദൈവരാജ്യത്തിൻ്റെ സ്ഥാനവും വലിപ്പവും കാണിക്കുന്ന യേശുവിൻ്റെ ആളത്വം ഇതിനോട് ചേർത്ത് വേണം വായിക്കാൻ. ദൈവരാജ്യത്തെയും അതിൻ്റെ മൂല്യത്തെയും കീഴടക്കുന്നതിൽ തിന്മ ഒരിക്കലും വിജയിക്കുകയില്ല എന്നതാണ് സാരം. അതിന് പ്രധാന കാരണം ഭൂമിയിൽ നാശത്തിന് തുടക്കം വരുത്തിയെങ്കിലും അതിനെ തിന്മയെ കീഴടക്കുന്നതിൽ പരിമിതപ്പെടുത്താനാണ് ദൈവം ശ്രമിച്ചത്. 5-ാം കാഹളം അറിയിക്കുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. തിന്മ പുക പോലെ മനുഷ്യനെ കീഴടക്കും. ശ്വസിക്കാൻ പോലും കഴിയില്ല. അതിൽ നിന്ന് മാറ്റുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ: നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്ര വഹിക്കുന്നവരായിത്തീരുക. അങ്ങനെ കഴിഞ്ഞവർക്ക് ഈ ബാധയിൽ നിന്ന് മോചനം ഉണ്ടായിരിക്കും എന്ന് സ്പഷ്ടമാണ്. പാതാളത്തിൽ നിന്ന് വന്ന ജീവികൾക്കെല്ലാം ഉണ്ടായിരുന്ന പൊതു സ്വഭാവം ഒരുതരം പൈശാചികത്വമായി നമുക്ക് തോന്നുന്നു. തേളിനെന്ന പോലെ ആക്രമിച്ച് ദൈവത്തിൻ്റെ ശക്തിയെ മറയ്ക്കുവാനല്ല ശ്രമിക്കുന്നത്, മറിച്ച് ദൈവിക മുദ്ര നെറ്റിയിൽ പതിച്ചവർക്ക് തികഞ്ഞ ആശ്വാസവും ആത്മവിശ്വാസവും ലഭിക്കുന്ന വിധമാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്തുകയും ദൈവം ചരിത്രത്തെയും ഭൂമിയെയും തൻ്റെ ഇടപെടലിന് വിധേയമാക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അടയാളം വഹിക്കുന്നവരായി ജീവിപ്പാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി ഞങ്ങൾക്ക് നൽകിയതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ആശ്രയിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ ബലവും കൃപയും നൽകണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് അറിയുന്നുവല്ലോ. മനസ്സിന് ധൈര്യവും ഞങ്ങളുടെ തീരുമാനങ്ങൾക്ക് ബലവും പകരണമേ. കാലുകൾ ഇടറിപ്പോകാതെ സൂക്ഷിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം കർത്താവിൻ്റെ കരുണ കൂടെ ഇരിക്കുകയും അവിടുത്തെ ആലോചന നൽകി ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ആയുരാരോഗ്യത്തിൻ്റെയും ഒരു പുതുവർഷം എല്ലാവർക്കും നൽകണമേ. യേശു മശീഹയുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.